നവകേരള സദസ്സിനിടെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കെപിസിസിയുടെ നേതൃത്വത്തിൽ ഡിജിപി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിനൊടുവിലാണിപ്പോൾ തലസ്ഥാന നഗരി ഒരു സംഘർഷ ഭൂമിയായി മാറിയിരിക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമം അത് വലിയ അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. പ്രവർത്തകർ കൂട്ടമായി പോലീസിന് നേരെ കല്ലെറിഞ്ഞതിനു ശേഷം പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചത്. പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലേക്ക് സംഘർഷം കൈവിട്ടു പോകുന്നതാണ് കാണുന്നത്. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചതിന് പിന്നാലെ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ അല്പസമയം മാറി നിന്നെങ്കിലും പിന്നീട് കൂട്ടമായി വന്ന് പോലീസിന് നേരെ കല്ലെറിയുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒരു കലാപഭൂമിയായി മാറിയിരിക്കുകയാണ് പ്രതിഷേധവേദി. പ്രതിഷേധമുണ്ടായ സമയത്ത് തന്നെ മുതിർന്ന നേതാക്കളൊക്കെ അവിടെ നിന്ന് മാറി നിന്നിരുന്നു. വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്താണ് വലിയ അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞത്. ആ സമയത്ത് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവിടെ നിന്ന് മാറി നിന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ പോലീസിനെതിരെ പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നുണ്ട്, ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇത് വലിയൊരു അക്രമത്തിലേക്ക് പോകാതിരിക്കാൻ നേതാക്കൾ ഇടപെടുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും രൂക്ഷമായ ടിയർ ഗ്യാസ് ഷെല്ലുകൾ നിരവധി മാധ്യമ പ്രവർത്തകർ, സാധാരണ പാർട്ടി പ്രവർത്തകർ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശാരീരിക വൈഷമ്യം ഉണ്ടാക്കുന്ന ഏറ്റവും ഗുരുതരമായ രീതിയിലാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെട്ട് പിന്മാറുമെന്ന് കരുതണ്ട. പിണറായി വിജയൻ സർക്കാർ ഗുണ്ടാ ഭരണത്തിന് അവസാനം കുറിക്കാതെ കോൺഗ്രസ് പാർട്ടി പിന്നോട്ടില്ല. ഇവിടെ നിന്നും ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയായിരുന്നു. പ്രവർത്തകരെ ഉൾപ്പെടെയുള്ള സുരക്ഷിതകൊണ്ട് നിൽക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനും കെ പി സി ഓഫീസിനും ഉൾപ്പെടെ രൂക്ഷമായ ശ്വാസതടസ്സമാണ് ഉണ്ടായത്. കെ പി സി ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും ശശി തരൂർ കോൺഗ്രസ് നേതാവ് എം ലിജുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷന് സമീപത്തേക്കാണ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പതിച്ചത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു എന്നാണ് ലിജു പറയുന്നത്. പ്രകോപനമില്ലാതെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയായിരുന്നു എന്നുള്ള ആരോപണം കൂടി കോൺഗ്രസ് നേതാക്കൾ ഈ അവസരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഹരിമോഹൻ തുടരുന്നുണ്ട്. ഹരി, നേരത്തെ ഈ മാർച്ച് തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു മാർച്ച് ആയതുകൊണ്ട് തന്നെ വലിയ അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് സംഘർഷ ഭൂമിയായിരിക്കുകയാണ് നിലവിൽ അവിടം. എന്താണ് നിലവിലെ അവസ്ഥ? പ്രവർത്തകർ മുഴുവനായി പിരിഞ്ഞു പോകുന്നുണ്ടോ? പോലീസിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ജിൽസി, ഏറെക്കുറെ പ്രവർത്തകർ പിരിഞ്ഞുപോയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോഴും ഒരു കൂട്ടം പ്രവർത്തകർ, അതായത് ലിജുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം പ്രവർത്തകർ മാത്രം ഇപ്പോൾ സ്ഥലത്ത് തുടരുന്നുണ്ട്. പക്ഷെ ഇവർ ബാരിക്കേഡിൽ നിന്നും കുറച്ച് മാറിയിരിക്കുകയാണ്. ഭൂരിഭാഗം പ്രവർത്തകരും തിരികെ പോയി കഴിഞ്ഞു. നേതാക്കൾ എല്ലാവരും, ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഇടപെട്ടുകൊണ്ടാണ്. ഒപ്പം ലിജു ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നത്. കുറച്ച് പ്രവർത്തകർ സ്ഥലത്ത് തുടരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സമരത്തിന്റെ ഏറെക്കുറെ അക്രമാസക്തമായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ അവസാനിച്ചു എന്ന് പറയാം. ഇതിനിടയ്ക്ക് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. പ്രവർത്തകർക്ക് മാത്രമല്ല, പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പരിക്ക് പറ്റുന്ന ഒരു നിലയിലേക്ക് വരെ സമരത്തിന്റെ രൂപം മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ട സമരത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു ഇന്ന് തലസ്ഥാന നഗരിയിൽ കണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയൊക്കെ സമരത്തിൽ പോലീസ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന, ലാത്തി കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. പോലീസ് നേരിട്ടിറങ്ങണ്ട. എല്ലായ്പ്പോഴും കോൺഗ്രസ് പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പോലീസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമീപനം ഇന്ന് വേണ്ട. പരമാവധി ഇത്തരത്തിൽ ഗ്രനേഡും ജലപീരങ്കിയും കണ്ണീർവാതകവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുക, തിരിച്ചുവിടുക എന്നുള്ളത് മതി എന്ന നിലയിലായിരുന്നു പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് പലവട്ടം കണ്ണീർവാതകം പ്രയോഗിച്ചതും നിർത്താതെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതും. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയത്. എന്നാൽ ലാത്തിച്ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോകാതിരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്
ലാത്തിചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോകാതിരുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും നിലയിൽ ലാത്തിചാർജ് ഈ നേതാക്കൾക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വലിയൊരു രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉപയോഗിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സമീപനത്തിലേക്ക് പോകാതിരുന്നത്. എന്തായാലും പ്രവർത്തകരൊക്കെ തന്നെ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. പക്ഷേ അതുവരെ തലസ്ഥാനം ഒരു കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് കടന്നുപോയത് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കണ്ടതാണ്. ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ വരെയുണ്ട്. ലാത്തിചാർജ് പോലും ഇല്ലാത്ത ഒരു സമരത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ാണ് പോലീസ് ഇതിനെ നേരിട്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പോലീസ് പരമാവധി ആളുകളെ ഇവിടെ പോലീസുകാരെ വിന്യസിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആവശ്യത്തിന് പോലീസുകാരുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം അത്രത്തോളം അക്രമാസക്തമായിട്ടും പോലീസ് സംയമനം പാലിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അത്തരത്തിലൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരമാവധി പോലീസുകാരെ സമീപ ജില്ലകളിൽ നിന്ന് പോലും എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്തായാലും ഇതിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ വളരെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനോടായി അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതായത് 23-ാം തീയതി എല്ലാത്തിനുമുള്ള മറുപടി ഞങ്ങൾ തരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തുടർച്ചയായി അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അക്രമാസക്തമായ സമരം, സംഘർഷഭരിതമായ സമരം, തലസ്ഥാനം യുദ്ധക്കളമാകുന്ന സാഹചര്യം എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് നവകേരള സദസ്സിന്റെ അവസാന ദിവസം തന്നെ ഇങ്ങനെയൊരു നിലയിലേക്ക് സമരം പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ജിൽസി.